നമസ്കാരം. കോവിഡ് വന്നതിന് ശേഷം പാൻഡമിക് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു പേടിയാണ്, ഒരു ടെൻഷൻ ആണല്ലേ. എന്തോ നമുക്ക് ആ ഒരു വാക്ക് ഇഷ്ടമേ അല്ല. ഇനി അടുത്തൊരു പാൻഡമിക് എപ്പോഴാണ് വരാൻ പോകുന്നത് എന്നുള്ള പേടി എല്ലാ ആൾക്കാരുടെ ഉള്ളിലും ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പൊ ഇതാ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പാൻഡമിക്കിന്റെ പട്ടികയിലേക്ക് വേറൊരു രോഗത്തെയും കൂടി ഡിക്ലെയർ ചെയ്തേക്കാണ്. വേറൊന്നുമല്ല, രോഗം എംപോക്സ് ആണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന എംപോക്സ് രോഗത്തെയാണ് ഇപ്പൊ പാൻഡമിക് എന്നുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി എന്നുള്ള രീതിയിലാണ്, ഗ്ലോബലി കൺസേൺഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ ഒരു രോഗത്തെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇപ്പൊ 2024 ഇപ്പൊ ഈ ഒരു 2-3 മാസങ്ങളായിട്ട് 15,600 കേസുകളാണ് ആഫ്രിക്കയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഈ 15,600 കേസുകളിൽ 537 പേരോളം മരണപ്പെട്ടെന്നാണ് പറയുന്നത്. ആഫ്രിക്കയിൽ മാത്രമല്ല, ഇപ്പൊ മിഡിൽ ഈസ്റ്റിലും കൂടാതെ തന്നെ പാകിസ്ഥാനിൽ അതിന്റെ 3 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 3 കേസുകളും ദുബായിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരിലാണ്. അപ്പൊ ഇത് മറ്റുള്ള പല രാജ്യങ്ങളിലേക്കും പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ WHO പേടിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു പാൻഡമിക് എന്നുള്ള രീതിയിലേക്ക് ഡിക്ലെയർ ചെയ്തത്. അപ്പൊ എന്താണ് ഈ എംപോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എംപോക്സ് എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിന്റെ ആദ്യത്തെ പേര് മങ്കി പോക്സ് എന്നാണ്. അപ്പൊ ഈ മങ്കി പോക്സ് എന്നുള്ളത് ചുരുക്കിയാണ് ഇപ്പൊ എംപോക്സ് എന്ന് വിളിക്കാൻ കാരണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ മങ്കി പോക്സ് എന്ന് വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആദ്യമായിട്ട് 1958 കുരങ്ങന്മാരിലാണ് സ്ഥിരീകരിച്ചത്. അപ്പൊ ഈ കുരങ്ങന്മാരെ സ്ഥിരീകരിച്ചത് കൊണ്ട് തന്നെ ഇത് ആദ്യം വിചാരിച്ച എന്താണ്, കുരങ്ങന്മാരുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു വൈറസ് മൂലമായിരിക്കും വരുന്നത് എന്നാണ്. പക്ഷെ അത് തെറ്റായിരുന്നു. ആദ്യമേ അതുകൊണ്ടാണ് കുരങ്ങന്മാരുടെ പേര് വെച്ച് മങ്കി പോക്സ് എന്നിട്ടത്. പക്ഷെ അതൊരു തെറ്റായിട്ടുള്ള നിഗമനമായിരുന്നു. ഇത് കുരങ്ങന്മാരിലല്ല ഈ ഒരു വൈറസ് കാണപ്പെടുന്നത്, ചെറിയ ചെറിയ മാമൽസിലാണ് ഈ ഒരു വൈറസ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ മാമൽസ് ആണ് ഈ ഒരു വൈറസിന്റെ ഒരു റിസർവോയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ എംപോക്സ് പടർത്തുന്ന വൈറസ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എൻഡമിക് ആയിട്ടുള്ള വൈറസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എന്താണ് ഇതിന്റെ ഒരു കേസ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തു തുടങ്ങുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഹ്യൂമൻ കേസ് റിപ്പോർട്ട് ചെയ്തത് 1970 അത് കോങ്കോയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ധാരാളമായിട്ട് പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ ഒരു അസുഖം പടർന്നു പിടിക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പൊ ഏറ്റവും വലിയൊരു ഔട്ട് ബ്രേക്ക് 2024 ഉണ്ടായിരിക്കുന്നത്. ഒരു വല്ലാത്തൊരു സിവിയർ ഔട്ട് ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ എംപോക്സിന്റെ കാര്യത്തിൽ ഈ ഒരു രോഗത്തെ പേടിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വളരെ വ്യാപകമായിട്ട് സ്പ്രെഡ് ആവുകയാണെങ്കിൽ ഇതിനെ പേടിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ പോക്സും സ്മോൾ പോക്സും പോലെയുള്ള ഒരു രോഗമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ആ ഒരു അസുഖങ്ങൾ വരുന്ന സമയത്ത് എന്തൊക്കെയാണോ സിംറ്റംസ്, ഇപ്പൊ ചിക്കൻ പോക്സ് വന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ചിക്കൻ പോക്സ് വരുന്ന സമയത്ത് എന്തൊക്കെയാണോ നമ്മുടെ ശരീരം കാണിക്കുന്ന സിംറ്റംസ്, അതേ സെയിം സിംറ്റംസ് തന്നെയാണ് ഈ ഒരു മങ്കി പോക്സ് എംപോക്സിന്റെ കാര്യത്തിൽ. ചില ആൾക്കാർക്ക് ചിക്കൻ പോക്സ് വരുന്ന സമയത്ത് 1-2 റാഷസ് അല്ലേ വരുള്ളൂ. അതേപോലെ തന്നെ ആയിരിക്കും എംപോക്സ് സമയത്തും. ഈ ചിക്കൻ പോക്സ് സമയത്ത് ചില ആൾക്കാരുടെ ശരീരത്തിൽ മുഴുവനായിട്ട് റാഷസ് വരും. അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ ശരീരം അനുസരിച്ച് ചിലർക്ക് 1-2 റാഷസ് മാത്രമായിരിക്കും വരുന്നത്, ചിലർക്ക് ശരീരം മുഴുവനായിട്ട് റാഷസ് വരും. അപ്പൊ ഈ റാഷസ് എന്ന് പറയുന്നത് മറ്റുള്ള ഇപ്പൊ സ്മോൾ പോക്സിന്റെയും ചിക്കൻ പോക്സിന്റെയും കേസിനെക്കാട്ടിലും കുറച്ചും കൂടി വലുതായിട്ടുള്ള റാഷസ് ആണ് എംപോക്സിന്റെ കേസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിങ്ങനെ പൊങ്ങി വന്നിട്ട് അത് പൊട്ടുക, പൊട്ടി ഒലിക്കുക, ആ സമയത്ത് നമുക്ക് പെയിൻ ഉണ്ടാകും. അതേ സെയിം സിംറ്റംസ്. ഏതാണ്ട് 5 മുതൽ 21 ദിവസം വരെയാണ് ഈ ഒരു വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. 2 മുതൽ 4 ആഴ്ച വരെ ഒരാളുടെ ശരീരത്തിൽ എന്താണ് ഈ ഒരു അസുഖം ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ ഒരു അസുഖത്തിനൊരു പ്രത്യേകിച്ചുള്ള വാക്സിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം പടർന്നു പിടിച്ചത് കൊണ്ട് തന്നെ ആരും ഇതിന് പ്രത്യേകിച്ചൊരു വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. വേറെ ഇംഗ്ലീഷ് രാജ്യങ്ങളിലും വെസ്റ്റേൺ രാജ്യങ്ങളിലും ഒന്നും തന്നെ ഇത് പടർന്നു പിടിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് കൃത്യമായിട്ട് 1 വർഷത്തിനുള്ളിൽ വാക്സിൻ കണ്ടുപിടിച്ചതിന് കാര്യം എന്താണ്, എല്ലാ വലിയ വലിയ രാജ്യങ്ങളിലും ഈ കോവിഡ് പടർന്നു പിടിച്ചത് കൊണ്ടാണ്. പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളെ മിക്കപ്പോഴും നമുക്കറിയാം, പല ആൾക്കാരും എന്താണ് തഴഞ്ഞിട്ടേക്കുമായതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു വാക്സിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ സ്മോൾ പോക്സിനും ചിക്കൻ പോക്സിനും ഒക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളും വാക്സിനുകളുമാണ് ഇപ്പൊ എംപോക്സിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ ഓർത്തോപോക്സ് വൈറസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വൈറസ് ആണ് എംപോക്സിന്റെ വൈറസും. അതുകൊണ്ട് തന്നെ ഈ സ്മോൾ പോക്സിന്റെയും ചിക്കൻ പോക്സിന്റെയും ഒക്കെ മരുന്നുകൾ എന്താണ് ഈ എംപോക്സിനും എഫക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ആ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ചികിത്സിക്കുന്നത്. മെയിൻ ആയിട്ട് ഇത് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയാണ് ഇത് സ്പ്രെഡ് ആകുന്നത്. ഇപ്പം എയർബോൺ വൈറസ് ആയിരുന്നല്ലോ കോവിഡ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിപ്പം ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയാണ് കൂടുതലായിട്ട് എന്താണ് എംപോക്സ് സ്പ്രെഡ് ആകുന്നത്. എംപോക്സ് വന്ന ആ ഒരു പേഷ്യന്റിന്റെ അടുത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ പോകാൻ വേണ്ടി പാടില്ല. സെയിം ചിക്കൻ പോക്സ് വരുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാരും നമ്മുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇത് വരുമെന്നൊക്കെ പറയത്തില്ല. അതുപോലെ മാക്സിമം അയാളെ ഐസൊലേറ്റ് ചെയ്ത് വെക്കുക, അയാൾക്ക് നല്ലോണം വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുക, നല്ല രീതിയിൽ ഹൈജീൻ പാലിക്കുക. ഇതൊക്കെയാണ് ഈ രോഗം വരാതെ ഇരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം. പിന്നെ എംപോക്സ് വരുന്ന ആൾക്കാർ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. കാരണം കൂടുതലായിട്ട് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന മെഡിസിൻ ഒക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കാം.
അപ്പൊ ഏതായാലും ഇത് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹൈജീൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ. നല്ലപോലെ കൈ കഴുകുക. പിന്നെ മാത്രമല്ല ഈ രാജ്യങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വ്യാപകമായിട്ട് ഈ ഒരു രോഗം പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഹൈജീൻ എന്ന് പറയുന്ന കാര്യത്തിന് ഒരു മുൻഗണന കൊടുക്കുക. പിന്നെ മിഡിൽ ഈസ്റ്റിലേക്കും അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരൊന്ന് സൂക്ഷിക്കുക. കാരണം ഇപ്പൊ ആ ഒരു സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ ഈ ഒരു അസുഖം പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഈ അസുഖം പേടിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യാപകമായിട്ട് സ്പ്രെഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ പേടിക്കണം. പിന്നെ ഹൈജീൻ ആയിട്ട് സൂക്ഷിക്കുക, വളരെ ക്ലീൻ ആയിട്ട് നമ്മുടെ കൈയും നമ്മുടെ ശരീരവും ഒക്കെ വെക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അസുഖം വരാതെ ഇരിക്കാനുള്ള ഒരു മെയിൻ പ്രിക്കോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതുപോലെയുള്ള പല പല വിവരങ്ങളുമായിട്ട് ഞാൻ ഇനിയും വീഡിയോസിൽ വരാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും എന്റെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.